എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസങ്ങൾ ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു ഉസ്താദെ ദുആ ചെയ്യാൻ, ഞാൻ ആരോടാ പറയണ്ടേ? നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ദുആ ചെയ്യാൻ പറയുമ്പോ ഞാൻ അതിനേക്കാളും പ്രയാസങ്ങളുമായി ചുമന്നു നടക്കുന്നവനാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പ്രയാസമുണ്ടായാലും, എത്ര വലിയ പ്രയാസമുണ്ടായാലും പിടിച്ചു നിൽക്കണം. അല്ലാഹു അതിനുള്ള ധൈര്യം നൽകുമാറാകട്ടെ, അതിനുള്ള ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല. എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം. അതിനുള്ള ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, ഒറ്റ ഹദീസ് ഓർത്താൽ മതി. ഒരേ ഒരു ഹദീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വേണോ വേണ്ടേ? ഏത് പ്രതിസന്ധി വന്നാലും, എടോ മരിക്കണമെന്ന് തോന്നിയാലും ഈ ദിക്ർ ഒരു 3 വട്ടം പറഞ്ഞ നിന്റെ മനസ്സിന് ധൈര്യം വരും. എത്ര വലിയ പ്രയാസം വന്നാലും ഒരു ദിക്ർ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ ദിക്ർ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ ദിക്ർ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിയുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണമുണ്ടായി. സഫ്വാൻ റളിയല്ലാഹു തആല സ്വഹാബിയ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയ. നബിതങ്ങളും സ്വഹാബത്തും ഒരിക്കൽ യാത്ര ചെയ്തു വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മലമൂത്ര വിസർജനം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം നിർത്തി. എന്നിട്ട് നബിതങ്ങള് പെണ്ണുങ്ങളോട്, ആയിഷ ബീവിയുണ്ട്, പെണ്ണുങ്ങളോട് പറഞ്ഞു പോകാൻ. ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി. ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്ന് വാഹനത്തിൽ കയറി. എല്ലാരും കണ്ടു ആയിഷ ബീവി കയറുന്നത്. അത് കഴിഞ്ഞ് ആണുങ്ങൾ ഇറങ്ങിപ്പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ മാല കാണുന്നില്ല. ആയിഷ ബീവിക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി മാല തെരഞ്ഞുപോയി. ആരും അത് കണ്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും വന്ന വാഹനങ്ങളിൽ കയറി. ആയിഷ ബീവി അതിന്റെ മുകളിൽ ഉണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും യാത്ര തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാലയും എടുത്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ആരെയും കാണുന്നില്ല. എല്ലാവരും പോയി മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കുകയാ. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഒറ്റയ്ക്ക് വരികയാ. നബി തങ്ങൾ ഈ സ്വഹാബിക്ക് ഒരു ജോലി ഏൽപ്പിച്ചു, കളഞ്ഞു പോകുന്ന സാധനം എടുത്തുകൊണ്ടുവരാൻ. നീ പുറകിൽ വാ എന്ന് നിർത്തിയ സഹാബി ആയിഷ ഉമ്മയെ കണ്ടു. എന്താണെന്ന് പോലും ചോദിച്ചില്ല, വാഹനത്തിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ യാത്ര തുടർന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് രാവിലെ സമയത്താണ്, എല്ലാ ശൈത്താന്മാർ ഇറങ്ങുന്ന സമയത്ത് രാവിലെ പോയിട്ടിറങ്ങി. എല്ലാവരും കണ്ടു ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ട് വരുന്ന രംഗമാണ്. കാണേണ്ടവർ തുടങ്ങുകയാ. മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത്. പടച്ചറപ്പേ, പിന്നെ പറയേണ്ടതില്ലല്ലോ, നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാണ്. ആയിഷ വ്യഭിചരിച്ചു, ആയിഷ വ്യഭിചരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ മിണ്ടുന്നില്ല, അല്ലാഹുവിന്റെ പ്രവാചകന് സംസാരിക്കുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തകർന്നിരിക്കുകയാണ്. ആയിഷയുടെ സങ്കടം കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ, നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ. ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ ഇറക്കി വിട്ടതല്ല, ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ചെന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ. അല്ലാഹുവേ, ആയിഷ ബീവിയുടെ ഉമ്മ പറയുകയാ,
തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ്. ആയിഷ ഒറ്റപ്പെടുകയാണ്. വീടിനകത്ത് കയറിയിട്ട് കഥകളച്ചിരിക്കുകയാ. പടച്ചവനെ, ചെറുപ്പക്കാരിയായ ചെറിയ പ്രായമുള്ള ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് നരമ്പ് മുറിച്ചില്ല, തൂങ്ങി മരിച്ചില്ല, വിഷമെടുത്തടിച്ചില്ല. ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് പറയുമ്പോ സംശയത്തിന്റെ നിഴലില് മദീന എന്ന് പറയുന്ന നാട് മുഴുവനും പടച്ചവര് ആയിഷ ബീവി തെറ്റ് ചെയ്തോ ഇല്ലയോ അറിയില്ല. പലരും വിശ്വസിച്ചു. ആയിഷ ബീവി വീടിനകത്ത് റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരയുകയാ. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി നോക്കുകയാണ്, നിബിധങ്ങൾ വരുന്നുണ്ട്. സുബഹി കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുകയാണ്. റസൂലുള്ള വരുന്നില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ചിരിക്കുന്ന മുഖത്തോടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്ന് നബി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ? അല്ലാഹു പറഞ്ഞോ നബിയേ? ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ഏഴാകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ? ആയിഷ, നീ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു ആയിഷ. ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായി വന്ന ആയിഷ. ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ പറയുന്നു, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു നിന്നത്? നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടിയ ആയിഷ? നിനക്ക് ധൈര്യം എങ്ങനെ കിട്ടിയ ആയിഷ? ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, ഞാൻ പിടിച്ചു നിന്നത് ഒരു ദിക്റിലാണ് നബിയേ. ആയിഷ ബീവി പറഞ്ഞ ദിക്ർ എന്തെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി പറഞ്ഞത് ഖുർആൻ നബി തങ്ങൾ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ദിക്ർ പറഞ്ഞാ അവന്റെ മനസ്സിന് സമാധാനമാ, അവന്റെ മനസ്സിന് സമാധാനമാ. വല്ലാത്ത ഒരു ധൈര്യമാടോ, വല്ലാത്ത ഒരു ധൈര്യമാടോ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ, വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം, ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറയുമ്പോ മനസ്സിനൊരു സമാധാനമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, തവക്കൽതു അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാ അല്ലാഹു അവനത് മതിയാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മൂന്നാമതായിട്ട് അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങൾ തവക്കൽതു അലല്ലാഹ് എന്ന് പറയണേ. മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ, പഠിച്ചവനെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോ, നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോ, നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്റി വിടുമ്പോഴാകട്ടെ, പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്താകട്ടെ, നിങ്ങൾ പറയണം, തവക്കൽതു അലല്ലാഹ്.
മൂന്നാമതായിട്ട് പറയുകയാ തവക്കൽതു അലല്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പറയുകയാണ് പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ പുറത്തുവിടാൻ, കുട്ടികളെ പുറത്തുവിടാൻ പാടില്ലാത്ത സമയമുണ്ട്. 3 സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പണ്ടുള്ള ഉമ്മമാര് പറയാറുണ്ട്, മഗ്രിബിന് തൊട്ടു മുമ്പുള്ള സമയം പുറത്തു പോകരുത്. പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല. കാരണം ശൈത്താൻ ഇബ്ലീസ് ഇറങ്ങുന്ന സമയം. ആ സമയത്ത് പുറത്തുവിടയിടും. നമ്മുടെ മക്കളെ എങ്ങോട്ട് വിടുമ്പോഴും, അത് സ്കൂളിലാകട്ടെ, പള്ളിയിലാകട്ടെ, മദ്രസയിലാകട്ടെ, ട്യൂഷനാകട്ടെ, എങ്ങോട്ട് വിടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഒന്ന് പറഞ്ഞു വിട്ടാൽ ശൈത്താനിന്റെ ശർറുകളിൽ നിന്ന് അള്ളാഹു അവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടത്തെ ഉമ്മമാർക്ക് വിവരമില്ലെന്ന് ആരാ പറഞ്ഞത്? അവർക്കൊക്കെ നല്ല ബുദ്ധിയാടോ? അവര് വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 3 സമയങ്ങളിൽ എപ്പോഴും സൂക്ഷിക്കണം. നട്ടുച്ച സമയം, ഉച്ച സമയം, സൂര്യൻ ളുഹറിന്റെ തൊട്ടു മുമ്പുള്ള സമയം, അതുപോലെ തന്നെ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പുള്ള സമയം, അർദ്ധരാത്രിയിൽ. ഈ 3 സമയങ്ങൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ. അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി വിടും. അവസാനം പിന്നെ കിടന്ന് മക്കള് സങ്കടപ്പെടുന്നത് കാണുമ്പോ, അള്ളാഹുവേ, ഏർവാടിയിലൊക്കെ പോകുമ്പോ കാണാം, ഏർവാടിയിലും ഓരോ ദർഗകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കാണാം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പടച്ചവനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത്, ഒരു ശ്രദ്ധയില്ല. പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളെ എവിടെ വിടുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് വിട്. മലക്കുകൾ നോക്കുമല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അള്ളാഹ് ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത്. അവിടെ നിന്ന് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു വാദി ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയേണ്ട ചില വാക്കുകൾ, അത് പറയുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്കുള്ളത്? സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ നിങ്ങൾ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുന്നവരല്ലേ? ഇടോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ചരിത്ര സഹിതം എനിക്ക് നിങ്ങൾക്കും പറഞ്ഞു തരുന്നുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് അവന് മരിക്കുന്ന കാലം വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാക്ക് പറയുകയാണെങ്കിൽ, ഒരു വാചകം പറയുകയാണെങ്കിൽ, അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത്, നിന്റെ വീട്, നിന്റെ കാറ്, നിന്റെ ആരോഗ്യം, നിന്റെ സമ്പത്ത്, സർവ്വതും നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുവോളം അള്ളാഹു നിലനിർത്തി തരും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ കയറുമ്പോഴാണെങ്കിലും അത് പറയണം. കാരണം ആക്സിഡന്റുകൾ പറ്റി മരിച്ചു പോകുന്ന അപകടങ്ങൾ വല്ലാതെ എത്ര പേരാ. എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് എന്ന് പറയണം. പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ഇബ്ലീസ് ശർറുകൾ, ശൈത്താനിന്റെ ശർറിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. 4, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ ഉപജീവനം അല്ലാഹു അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരുമടോ. നിനക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരികയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു عليه وسلم لو أنكم كنتم تتوكلون على الله حق توكله لرزقتم كما ترزق الطير تعود خماسا وترهو بطانا. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ പറവകളെ കാണുന്നവരാണല്ലോ, പക്ഷികളെ കാണുന്നവരാണല്ലോ. കടലിന്റെ തിരമാലകൾ അടിച്ചു വരുന്ന കടലിന് എതിരായി പറവകൾ പറന്നു പോവുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവന് പടച്ചറപ്പാണല്ലോ. അതുകൊണ്ട് ആരെങ്കിലും തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അവന് ഉപജീവനത്തിൽ അല്ലാഹു
അല്ലാഹു ബർക്കത്ത് ചെയ്യും. അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പത്തനാപുരത്ത് ഇടത്തറയിൽ കിടക്കുന്ന ഷാവുല്ലമീദിന്റെയും സാറാ ബീവിയുടെയും മകനായി എനിക്ക് എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അല്ല എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ പൊറോട്ടയും ബീഫും. പത്തനാപുരത്ത് കിടന്ന ഞാൻ വന്ന് തിന്നില്ലേ? തിന്ന മനുഷ്യന്മാരെ, അവിടെ ഉറട്ടി ഉണ്ടായിരുന്നു, ഞാൻ തൊട്ടത് പോലുമില്ല. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന പല്ല എഴുതിയിട്ടുണ്ട് റിസ്ക്. നാളെ എവിടെയാണെന്നറിയില്ല, എവിടെയാണെങ്കിലും പോയി കഴിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം, പറ തിന്നോ? എന്റെ പേരെഴുതി നിങ്ങൾ തിന്നോ? എനിക്കാരാ ഭക്ഷണം തരുന്നവൻ? അല്ലാഹ്. ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാന്ന് അല്ല ഏറ്റിട്ടുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ ബേജാറാവണേ? നിങ്ങൾ ടെൻഷൻ മക്കളെ കുറിച്ച്. ഇപ്പൊ സ്കൂളിൽ വിടുന്നുണ്ട്, സ്കൂളിൽ മക്കളെ പഠിക്കാൻ പറ്റിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ പഠിപ്പിക്കുന്നത്? മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്കുക, നല്ലതുപോലെ പഠിക്കണം, ഫുള്ള് A+ വേണം. എന്തൊരാർത്തിയാന്ന് നോക്കിയേ. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. പടച്ചവനെ, മക്കളെ ഒരു SLC പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, എന്റെ ഉസ്താദ് എന്റെ ഉമ്മാനെ ഒന്ന് ഉപദേശിക്കും. സമാധാനം തരുന്നില്ല. നിങ്ങൾ ചിന്തിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ പെങ്ങളെ, എന്തൊരു ആർത്തിയാ പെങ്ങളെ? നീ 120 മാർക്ക് വാങ്ങിയ സക്കറാത്തിന്റെ വരി വലിച്ചിട്ടല്ലേ? സത്യം പറ, നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ പെട്ട പാട്. അല്ല, 6ാം ക്ലാസ് മുസ്തി എടുത്ത വാപ്പയ 10A+. ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി. SLC പരീക്ഷ കഴിഞ്ഞു, ഒരു വിഷയത്തിന് തോറ്റുപോയി. ഉമ്മ തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു. ആസറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ. തീർന്നില്ല. A+ കിട്ടിയോ? നമ്മൾ പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ കൊല്ലുക, ആർത്തി. അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും. ഞാൻ മക്കളോട് പറ, മോനെ, ഉമ്മയുടെ ആഗ്രഹം മൊത്ത വിഷയത്തിന് ജയിക്കണമെന്ന്. ഒന്ന് പരിശ്രമിക്കുക. ഇത് പറയുന്ന പോലെയല്ല, പീഡനം പാടില്ല. പീഡിപ്പിച്ച് മക്കള് പരീക്ഷയ്ക്ക് തോക്കുന്നത് പഠിക്കാനിട്ടല്ല, പേടിച്ചിട്ട്. ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകര ജീവിയായിട്ടാണ് ഉമ്മാനെ കാണുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരിക്കലും നമ്മളെ മക്കളെ സ്നേഹം പഠിപ്പിക്കുക, സ്നേഹത്തോടെ. പിന്നെ നിങ്ങളുടെ മുത്തല്യങ്ങൾ ഇരിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് തല്ല് തന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ. ഉള്ള കാര്യം പറയാം. മാരെ തല്ലാൻ പറ്റുമോ? തല്ലിയാകത്ത അല്ലേ? മുത്തല്യങ്ങളെ തല്ലും, നിങ്ങൾ അടി കൊണ്ടാലേ ഖുർആൻ പഠിക്കത്തുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആണടാ ചങ്ങാതി, ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, തെളിവ് വേണം. ദൈവമായി പോയി. ഉസ്താദ് അടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം പ്രസംഗിച്ചു. സ്ത്രീകളെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങൾ. 8 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പം 30 കേസുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്ര കേസ്? സത്യമല്ല, 30. വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കയറ്റിക്കിറക്കേണ്ടിരിക്കപ്പോ 30 കേസ്. ഏറ്റവും സമാധാനം എന്തെന്നറിയോ? ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാ. അവരാരും നിങ്ങൾ കുറ്റം പറയില്ല, അവരൊക്കെ നല്ല ആൾക്കാരാണ്. ഈ 30 കേസും കൊടുത്തത് അവരല്ല, നമ്മുടെ സമുദായം തന്നെയാണ്. ആരേക്കുണ്ടത്? അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറഞ്ഞേക്കരുത്, ഇവരെ എന്തെങ്കിലും പറഞ്ഞ അകത്ത് കിടക്കേണ്ടവര്. അതാ പേടി. ഇവിടെ പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത്, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നബിതങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഓതാൻ പറഞ്ഞു. നബിതങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞേ? പറയുടെ ചങ്ങായിമാരെന്താ പറഞ്ഞേ? എനിക്ക് ഓതാൻ അറിയത്തില്ല, ഇല്ലേ? എനിക്ക് ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ച് മുത്തമാണ് കൊടുത്തേ? ആണോടാ? മുത്തം കൊടുത്തോ? ഇല്ല. എന്ത് ചെയ്തു? നബിതങ്ങളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് മുറുക്കൊന്ന് പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു. അതുകൊണ്ടല്ലേ ജമ്മിലൂനിയ ഖദീജ, എനിക്ക് പേടിച്ച് വീട്ടിൽ ചെന്നിട്ട് ശരീരം വേദനിക്കുന്നു, പുതപ്പിച്ചതാ. അപ്പൊ നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി ഓതാൻ. ഓതിയോ? നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് ഓതാൻ പറഞ്ഞപ്പോ നബിതങ്ങൾ ഓതി, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അപ്പൊ ശരീരം വേദനിച്ച ഓതൂല്ലേ? അപ്പൊ ഉസ്താദ് ഇടയ്ക്കൊന്ന് തരുന്നത് കിട്ടില്ലല്ലോ, അല്ലേ? അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ശൈത്താൻ കയറും. അല്ലാഹു കാക്കുമാറാകട്ടെ.
ഇവിടെ പിന്നെ അടിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. നല്ല പഠിക്കണ മക്കളല്ല അല്ലേ? അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്തിനാ ഇങ്ങനെ പീഡിപ്പിക്കണേ? മക്കളെ അങ്ങനല്ല, മക്കൾ നല്ല കഴിവുള്ളവരാ. അവര് നമ്മൾ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, നല്ലപോലെ പഠിപ്പിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ? മൊത്തം നല്ല മാർക്ക് വാങ്ങണം, നല്ലതുപോലെ ജയിക്കണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല പൈസ ഉണ്ടാകണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. മക്കളോട് ഉമ്മ പറഞ്ഞു കൊടുക്കുക, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോട് പറയുക, പണം ഉണ്ടെങ്കിലേ ദുനിയാവിൽ ജീവിക്കാൻ പറ്റും, പണം ഉണ്ടെങ്കിലേ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ. ഇന്നത്തെ പെൺകുട്ടികൾ നോക്കിക്കേ, കല്യാണത്തിന് സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്നാൽ പറയും പ്രണയമാണ്. ഇപ്പൊ പ്രണയമൊന്നുമില്ല, എല്ലാം കള്ളമാണല്ലോ, തേച്ചിട്ട് പോകല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ത് പ്രണയം? ഇത് അതിനൊന്നും വിലയില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളെ തേക്കുന്നു, ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു. എല്ലാം തേപ്പ പൊട്ട എന്ന് ഞാൻ പറയുന്നില്ല. ഈ കുട്ടിയോട് ചോദിക്കുന്ന, എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത്? ഉസ്താദെ, ഞാൻ ജോലിയായിട്ടേ പെണ്ണ് കെട്ടത്തുള്ളൂ. ഇവിടെ പറയുന്ന മറുപടി എന്താ? ഞാൻ ജോലിയായിട്ടേ പെണ്ണ് കെട്ടത്തുള്ളൂ. ഇവിടെ പറയുന്നത് ഇവളാ കെട്ടുന്നത്. ഞാൻ ജോലിയായിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അതെന്താ? അല്ല, എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ. എങ്ങനെ? ഇവിടെ നേരത്തെ പറയാ, എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല, ഞാനും കൂടെ സമ്പാദിക്കണം. ഒരു മുഴം മുമ്പേ അറിയാം. കാരണം നിന്റെ ഉമ്മ IPS കാരി, ഉമ്മ കളക്ടർ, വാപ്പ കളക്ടറുമായിരുന്നു. എന്നിട്ടാ നിങ്ങളെ വളർത്തിയത്. ഇന്നത്തെ തലമുറ അങ്ങനെ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാ, നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് എന്താ പറഞ്ഞേ? മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിൽ കൈനീട്ടാതെ നിനക്ക് ജീവിക്കണോ? മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും. പക്ഷെ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യുവോ? വേണമെങ്കിൽ ചെയ്താൽ മതി. എനിക്ക് എന്റെ കാര്യം നോക്കിയാൽ പോരെ. 5 പൈസയുടെ കഷ്ടപ്പാടുണ്ടോ? പൈസ കൊടുക്കണോ? ഒന്നും വേണ്ട. ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും? ഞാൻ തരും, അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുവോ? ഞാനല്ല പറഞ്ഞത്, അള്ളയാ പറഞ്ഞത്. ചെയ്യോ? എന്താ നിങ്ങൾക്ക്? അള്ളാഹു പറയുകയാണ് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? സൂറത്തു ത്വാഹയുടെ 132-ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. 137 ആയത്ത്. ഹാഫിൽ ഉണ്ടായിരുന്നല്ലോ. സൂറത്തു ത്വാഹയുടെ 132. എന്റെ പള്ളിയില് ഹിഫ്ദുൽ ഖുർആന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. 1,00,000 രൂപയായിരുന്നു സമ്മാനം. 13 വയസ്സ് മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ളവര് 65 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 1,00,000 രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് 13 വയസ്സുകാരനായിരുന്നു. അള്ളാഹു പൊന്നുമോന് നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ഉള്ളൊരു സാധനം, ചെറിയൊരു സാധനം വന്നിരുന്നിട്ട് 65 വിദ്യാർത്ഥികൾ. അൽഹംദുലില്ലാ, അടുത്ത കൊല്ലം ഉണ്ട് കേട്ടാ ഖുർആൻ പാരായണ മത്സരം. ഹിഫ്ദ് ഇൻഷാ അല്ലാഹ് വരണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാണ് വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. കേൾക്കടോ മുസ്ലിമേ, സൂറത്ത് ത്വാഹയാണ്. ആർക്ക് വേണമെങ്കിലും അവസാനത്തെ പേജ് എടുത്തു നോക്കാം. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അള്ളാഹു പറയുന്നു 2 പ്രതിഫലം തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു പറയുകയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ لا نسألك رزقا نحن نرزقك. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്
അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്ത് ചെയ്യണം? 5 നേരം ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവൻ അല്ല പറയുകയാ, ലാ നസ്അലുക റിസ്ഖ, നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, നീയല്ല, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? ഇങ്ങനെ ഖുർആനി വിശ്വാസം ഉണ്ടോ? കൊണ്ട് അല്ല പറഞ്ഞ എങ്ങനെ വാക്ക് പാലിക്കോ? പാലിക്ക. അപ്പൊ അല്ല പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരാം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊക്കെ 5 രക്കത്ത് നിസ്കരിക്കുന്നവരാ. ഈ പെണ്ണുങ്ങളും നിസ്കരിക്കും, നിങ്ങളും നിസ്കരിക്കും. പക്ഷെ സമയത്ത് നിസ്കരിക്കൂ? അതില്ല. നിസ്കരിക്കും, സമയത്ത് നിസ്കരിക്കൂല. അങ്ങനെ അമിനത്ത ബഹർ നിസ്കരിക്കുന്ന എപ്പോഴാ? 12:30 പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും. നീ മീൻ വെട്ടിക്കൊണ്ടിരിക്കും, നീ ചോറ് വെക്കണം, കറി വെക്കണം, തോരൻ വെക്കണം, മീൻകറി വെക്കണം. എല്ലാം കഴിഞ്ഞു കുടിച്ചൊരുങ്ങി 2:45 ഒരു പോക്കുണ്ട് ബഹർ നിസ്കരിക്കാൻ. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെ എന്തിനാ ആമിന അള്ള സമയം നിശ്ചയിച്ചിരിക്കണേ? നിനക്ക് തോന്നുമ്പോൾ നിസ്കരിച്ചാ പോരെ. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم من صلاتهم ساهون الذين هم يراعون ويمنعون الماعون. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കാത്തവനല്ല, നിന്നെ പോലെ നിസ്കരിക്കുന്നവർക്കാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു കാക്കുമാറാകട്ടെ. 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഏതെങ്കിലും ഒരു താത്ത ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. സീറ്റ് വീഴാതെ നോക്കിക്കോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് എന്ത് വേണം? ഭക്ഷണം വേണം. കിട്ടും, അല്ല തരും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, തരുമെന്ന് പറഞ്ഞാൽ അല്ല തരും. തരുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തരും. പടച്ചവനെ വാക്കുപാലിക്കുന്നവനാ. അല്ലാഹു തരുവടോ ഭക്ഷണം. നിങ്ങൾക്ക് ചരിത്രം വേണോ? നീയൊക്കെ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു ഭക്ഷണം തരുമടോ. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാര് മുസ്ലിമായതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. മുസ്ലിമായതിന്റെ പേരിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, ഹുബൈബേ മതം മാറണം ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ നിങ്ങളുടെ കൊന്നുകളയുമടാ ഹുബൈബ്. ഹുബൈബ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാര് അവിടെന്ന് പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവര് പറഞ്ഞു, എന്തിനാ ചെറുപ്പത്തിലെ ചത്തുപോകുന്നത്? നീ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. എടാ, നിന്നെ നിങ്ങൾ വെറുതെ വിടാ. നീ മുഹമ്മദിന് ഒരു ചീത്ത പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്തിട്ടും ഹുബൈബ് നിങ്ങൾ തയ്യാറാകുന്നില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഇവനെ തൂക്കിലേറ്റണം, ഈ ഹുബൈബിനെ പരസ്യമായി തൂക്കിക്കൊല്ലണം. പടച്ചവനെ എല്ലാവരും തീരുമാനമെടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലറയിൽ കൊണ്ടുപോയി അടച്ചിടുകയാണ്. ഇവന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കരുത്, ഇവന് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. ഹുബൈബിന്റെ കണ്ണിന്റെ മുമ്പിൽ കഴുകുമരം റെഡിയാക്കുകയാ. ഹുബൈബ് നിങ്ങൾ ജയിലിനകത്ത് കിടക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നില്ല, കുടിക്കാ വെള്ളം കൊടുക്കുന്നില്ല. ഹുബൈബ് തങ്ങൾ പട്ടിണിയിലാണ്. പടച്ചവനെ തൂക്കുകയറ് റെഡിയാവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ശത്രുവിന്റെ ചെറിയ മകളുണ്ടല്ലോ, അവിടത്തെ ഏറ്റവും വലിയ ശത്രുക്കളുടെ നേതാവിന്റെ പൊന്നുമോള് അതാ ഇങ്ങനെ വീടിന്റെ റൂമിനകത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഇഴഞ്ഞ് നടന്ന് നടന്ന് ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്ത് കടന്നു ചെല്ലുകയാ. ആർക്ക് വേണമെങ്കിലും ചരിത്രം വായിക്കാം. ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തേക്ക് പാല് കുടിക്കുന്ന കുഞ്ഞ് കടന്നു പോവുകയാ. ഹുബൈബ് തങ്ങൾ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു. ഹുബൈബ് തങ്ങൾ കുഞ്ഞിനെ എടുത്തു മടിയിൽ വെച്ചു. മാതാവ് കുഞ്ഞിനെ കാണാതെ ഓടി വരികയാണ്. തന്റെ പൊന്നാര മകളെ കാണാതെ വന്നപ്പോ ഉമ്മ ഓടി
ഓടി വരികയാ. ഓടിച്ചെന്ന് നോക്കുമ്പോ ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിയിൽ കുഞ്ഞിരിക്കുകയാണ്. ഉബൈബ് തങ്ങൾ നഖം വെട്ടുകയാണ്, കത്തി കൊണ്ട് നഖം വെട്ടുകയാണ്. ശത്രുവിന്റെ മകള് തന്റെ കാലിന്റെ മുകളിൽ ഇരിക്കുകയാ. പെണ്ണ് പേടിച്ചു പോയി, പെണ്ണ് പൊടിച്ചു പോയി. അവസാന ഉബൈബ് തങ്ങളുടെ ജയിലിനകത്തേക്ക് കയറി ചെല്ലുകയാണ്. ആ പെണ്ണ് പറയുകയാ, തന്റെ ചെറിയ മകളെ എടുക്കാൻ ചെല്ലുമ്പോ ആ പെണ്ണ് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഉബൈബ് തങ്ങൾ മുന്തിരി തിന്നുകയാ. ആ പെണ്ണ് പറയുകയാണ്, ആ നാട്ടിൽ മുന്തിരി കിട്ടാത്ത സമയത്ത്, ആ നാട്ടിൽ പോലും പഴങ്ങൾ കിട്ടാത്ത സമയത്ത് ഉബൈബ് റളിയല്ലാഹു തആല അൻഹു ജയിലറയ്ക്കകത്തിരുന്ന് മുന്തിരി തിന്നുകയാ. ഉബൈബിന്റെ മുമ്പില് മുന്തിരി ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആ പെണ്ണവിടുന്ന ചരിത്രത്തിൽ പഠിപ്പിക്കുമ്പോ, നാട്ടിൽ പോലും, ആ മക്കയിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ ജയിലറയ്ക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഹുബൈബ്, ആ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കഴിക്കാനുള്ള ഭക്ഷണം ഇരിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ അല്ലാഹ്, ഇതാണ് അല്ലാഹ്. അല്ലാഹ് തരുമെന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവർ, റിസ്ക് തരുമെന്ന് പറഞ്ഞാൽ റബ്ബ് തരും. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു പറയുകയാ, അവനും അവന്റെ കുടുംബത്തിനും മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കും. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 ഒരു പ്രതിഫലം കൂടെ ഉണ്ട്, പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? 10 മണിയായി. 10 മണിയായി. ഞാൻ എത്രയ്ക്ക് നിർത്താന്ന് പറഞ്ഞു? 10:30. ഓർമ്മയുണ്ടില്ലേടാ? ശരി. ഒരു പ്രതിഫലം കൂടെ, ഒരു പ്രതിഫലം കൂടെ. അല്ലാഹു പറയുകയാ, വൽ ആഖിബത്തു ലിത്തഖ്വ. പൊന്നാര ചങ്ങാതിമാരെ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ? അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അല്ലാഹു പറയുകയാ, നിങ്ങളിൽ ആർക്കാ നല്ല മരണം വേണ്ടത്? നിങ്ങൾ പറയുമല്ലോ, ഉസ്താദെ എന്റെ ബാപ്പ മരിച്ചത് വെള്ളിയാഴ്ചയാ, എന്റെ ഉമ്മ മരിച്ചത് 27-ാം രാവിലെ. നിന്റെ ഉമ്മ വെള്ളിയാഴ്ച മരിച്ചാൽ നിനക്ക് എന്ത് കിട്ടും ആമിനാത്ത? നിനക്കൊന്നും കിട്ടുമോ? നിങ്ങൾക്ക് എന്തിനും കിട്ടും? ഒന്നും കിട്ടൂല. അൽഹംദുലില്ലാ. ഇവരുടെയൊക്കെ ഉസ്താദിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഉസ്താദല്ലേ, നിങ്ങളുടെ ഉസ്താദിനെ മരണപ്പെട്ടു പോയി അല്ലേ? ഇമാം ഉസ്താദ്. അല്ലാഹു ഇവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഇവിടുത്തെ ഖബറിനെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അവരൊക്കെ മരിച്ചത് നിങ്ങൾ കണ്ടവരല്ലേ? അവരുടെയൊക്കെ മുഖത്തെ പ്രകാശം കണ്ടതല്ലേ? നമുക്കും അങ്ങനെ മരിക്കണ്ടേ? അല്ലാഹു പറയുകയാ, എനിക്ക് ആരും പൈസ തരണ്ട, ഞാൻ തരാം നല്ല മരണം. നിങ്ങളിൽ ആർക്കാണോ നല്ല മരണം വേണ്ടത്, ഞാൻ തരാം. എന്ത് ചെയ്താൽ മതി? നിസ്കരിച്ചാൽ മതി. 5 വഖത്ത് നിസ്കരിക്കും. നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ, ഇത്രയും ആൾക്കാർ എങ്ങനെയാ ഈ മനുഷ്യൻ, ഈ സാധുവിന് എങ്ങനെ വെള്ളിയാഴ്ച മരിക്കാൻ പറ്റി? ഇത്രയും ഉമ്മമാര് വെള്ളിയാഴ്ച ദിവസം മരിച്ചവരില്ലേ? അല്ലാഹു ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു പറയുകയാ, ആർക്കാ നല്ല മരണം വേണ്ടത്? ഞാൻ തരാം. ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുവോ? വെറുതെ കിട്ടുമോ ചങ്ങാതി? ഇല്ല. അല്ലാഹു പറയുകയാ, നീ 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ ഞാൻ തരാം നല്ല മരണം. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നൽകുമാറാകട്ടെ. എന്താ നല്ല മരണം എന്ന് പറഞ്ഞാൽ? നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ? നിനക്കറിയാം നല്ല മരണം? ഞാനൊരു നല്ല മരണം പറഞ്ഞു തരാം. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കഴുകുമരം റെഡിയായി. തൂക്കുകയറിലേക്ക് കയറ്റുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഹുബൈബിനോട് ചോദിച്ചു, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? നിന്റെ അവസാനത്തെ മോഹം എന്താ? ഹുബൈബ് തങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ പറഞ്ഞു, നീ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരും. അവര് വിചാരിച്ചു നീ വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിച്ചാൽ മതി. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ശത്രുക്കൾ അനുവാദം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് ഒന്നുവെടുത്തു പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. സുജൂദിൽ വീണു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, എപ്പോഴും നിസ്കരിക്കുമ്പോ വലിയ സൂറത്താ ഓതാറ്, ഇന്ന് ചെറുതാ ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അല്ലാഹ്. എന്റെ നിസ്കാരം നീണ്ടുപോയാൽ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്.
അള്ളാഹ് എന്റെ വലിയ സൂറത്ത് ഓതികെട്ട് നിസ്കാരം നീട്ടിയാൽ ഇവന്മാര് പറയും മരിക്കാൻ പേടിയാ ഹുബൈബിന്, അതുകൊണ്ടാ ഇവ അങ്ങനെ കിടക്കുന്നത് എന്നിവര് പരിഹസിക്കും. അല്ലാഹുവേ, ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? അല്ലാഹുവേ, ഹുബൈബ് തങ്ങൾ അള്ളാഹിനോട് സങ്കടം പറയുകയാ. മരിക്കാനുള്ള പേടി കാരണമല്ല, ചെറിയ സൂറത്ത് ഓതികെട്ട് നിസ്കരിച്ചതിന് സങ്കടം പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞോ? ഹുബൈബ് തങ്ങൾ എഴുന്നേറ്റു, ശത്രുക്കള് പയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി ശത്രുക്കള് പറഞ്ഞു, ഹുബൈബിന്റെ മുഖം ഞങ്ങൾക്ക് കാണണം, മുഖം മറയ്ക്കണ്ട. ഹുബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. കയ്യും കാലും കെട്ടുകയാണ്, കൈകാലുകൾ കെട്ടി, കഴുത്തിൽ കയറിട്ടു. ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുകയാ. അപ്പൊ ശത്രുക്കള് ചോദിക്കുന്നു, ഹുബൈബേ, ഇനിയെങ്കിലും പറയടാ, ഇനിയെങ്കിലും പറയടാ, മതം മാറുവോ? പഴയ മതത്തിലേക്ക് വരുമോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. ശത്രുക്കൾക്ക് ദേഷ്യമായി കുന്തമെടുത്തുകൊണ്ട് വന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലും വയറ്റിലും കുത്തിയിറക്കുകയാ. പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഹുബൈബ് തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കരയുകയാണ്. പച്ച ഇറച്ചി വലിച്ചെടുക്കുമ്പോ ഹുബൈബ് തങ്ങളെ വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന് പിടയുകയാ. താഴെ നിന്ന് കളിയാക്കുകയാണ്, താഴെ നിന്ന് പരിഹസിക്കുകയാ. ഹുബൈബിനെ കണ്ടിട്ട് അവര് കളിക്കുകയാ, ചിരിക്കുകയാ. ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ, കഴുത്തിൽ കയറ് മുറുക്കുമ്പോ അതാ വരികയാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. ഇന്നല്ലദീന ഖാലൂ